നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വിഷുഫലത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയ്ക്കും ഗുണപരമായി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും അതിലുള്ള ദശാപഹാരങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരം ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം വ്യാഴം രാശി മാറുന്നു, ശനി രാശി മാറുന്നു, അതോടൊപ്പം രാഹു കേതുക്കൾ രാശി മാറുന്നു. അങ്ങനെ ഗ്രഹങ്ങളുടെ രാശിമാറ്റവും നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഉച്ചനീച അവസ്ഥകളും മനസ്സിലാക്കി അത് വ്യക്തമായി പരിശോധിച്ച് അതിൻ്റെ പരിഹാരവും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷ അനുഭവങ്ങൾ, നിങ്ങൾ അമ്പലത്തിൽ പൂജ വഴിപാടുകൾ നടത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക്, വിവാഹ സംബന്ധമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ, ഇതിനു വേണ്ടി വഴിപാടുകളൊക്കെ നടത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളുടെ പേരും നാളും വിഷയവും എന്താണെന്ന് എഴുതി അയയ്ക്കുക. എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിഷുഫലത്തിൽ ഉത്രം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനങ്ങൾ കൂടുതലായി നടത്തുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പൂർവിക സ്വത്ത് ലഭിക്കുവാൻ ഇവർക്ക് സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അല്ലെങ്കിൽ പൂർവിക സ്വത്തിൽ നിന്നും നിങ്ങൾക്ക് ആദായങ്ങൾ ലഭിക്കുകയും അതിൽ നേട്ടമുണ്ടാകുകയും നിങ്ങൾക്ക് തരും എന്നുള്ളൊരു വാഗ്ദാനം നൽകുകയും ഇതെല്ലാം ചെയ്യുന്നു. പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയം തന്നെയായിരിക്കും. ഇടയ്ക്കിടെ ചെറിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷക്കാലഘട്ടം ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായി പരിശോധിക്കുകയും അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ബിസിനസ്സിൽ മികച്ച നേട്ടം നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടുതലും ഈ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ചെറുകിട വ്യവസായം ചെയ്യുന്ന വ്യക്തികൾ, കർഷകർ എന്നിവർക്ക് എല്ലാവർക്കും നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്, അതായത് വാഹന സംബന്ധമായ ബിസിനസ്, അതിൽ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഡ്രൈവർമാർ, അതിൽ മെക്കാനിക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, ഇവർക്ക് എല്ലാവർക്കും നിത്യവും ജോലി ഉണ്ടാകുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. തൊഴിൽപരമായി സ്ഥലം മാറ്റം ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഗ്രഹത്തിനുള്ളിൽ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കുവാനും സന്തോഷവും സമാധാനപരമായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയും. കാരണം ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നിങ്ങളുടെ എടുത്തുചാട്ടം മൂലവും സംസാരം മൂലവും പലതരം പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ശാന്തമായി നിങ്ങളുടെ ആ ഒരു സമീപനം മൂലം, ശാന്തമായ സമാധാനപരമായ പെരുമാറ്റം മൂലം കുടുംബത്തിനുള്ളിൽ നല്ലൊരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകും, അവർക്ക് അവസരങ്ങൾ ലഭിക്കും. കൂടാതെ അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ അവരുടെ ആ പ്രോഗ്രാം ചെയ്യുവാനും അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനും ഇതിൽ നിന്ന് ധനലാഭവും നേട്ടവും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആ ഒരു കർമ്മങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുകയും അതിൽ കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യുന്ന വ്യക്തികൾ. ബന്ധുജനങ്ങൾക്കിടയിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വളരെ പക്വതയോടുകൂടി തന്നെ നിങ്ങൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു അംഗീകാരവും അതുമാത്രമല്ല മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് അഭിപ്രായം ഉണ്ടാകാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അധികാരികളിൽ നിന്നും അനുകൂലമായ മനോഭാവത്തോടു കൂടിയുള്ള
ഒരു പെരുമാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ദാമ്പത്തിക ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടുകയും സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നമുക്ക് തുടങ്ങുവാനും അതിൽ നേട്ടങ്ങൾ വരുവാനും സാധ്യത കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി ലഭിക്കാതെ ഇരുന്ന ആനുകൂല്യങ്ങൾ അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ഈശ്വര വിശ്വാസം കൈവെടിയാതെ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ പോലും ആ വ്യക്തികളെ പോലും നിങ്ങളുടെ അഭിപ്രായത്തിൽ മാറ്റി, അതായത് അവരുടെ ശാന്തമാക്കുകയും ആ പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതാക്കുവാനും കഴിവ് നിങ്ങൾക്കുണ്ട്. പറഞ്ഞു വന്നാൽ നിങ്ങളിപ്പോൾ ഒരു 25 വയസ്സായ വ്യക്തിയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം വരെ നിങ്ങൾക്ക് പറഞ്ഞ് പരിഹരിക്കുവാനും ആ കുടുംബത്തിൽ ശാന്ത അന്തരീക്ഷം സൃഷ്ടിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികപരമായി ചെറിയൊരു വീഴ്ച വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. എന്തെല്ലാം നേട്ടങ്ങളും ഗുണപരമായ അനുഭവങ്ങളും വന്നാലും സാമ്പത്തികപരമായ ചെറിയൊരു വീഴ്ച വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾ ഈ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിങ്ങൾ ഈ സഹായിക്കുന്നത് മൂലം അയാൾ നിങ്ങളുടെ ശത്രുവായി മാറുന്നു. നിങ്ങൾക്ക് ആ കൊടുത്ത സാമ്പത്തികം തിരിച്ച് കിട്ടാതെ വരുന്നു. നിങ്ങൾ ഇപ്പോൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നുമാണ് അത് വാങ്ങിക്കൊടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ധനം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. നിങ്ങൾ ജാമ്യം നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ആ സാമ്പത്തികം മുടക്കേണ്ട അവസ്ഥ. എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് പരമായി, അത് ബാങ്ക് പരമായിട്ടുള്ള ലോണുകൾ വരെ മുടങ്ങാനുള്ള സാധ്യത. സാമ്പത്തിക പിരിമുറുക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. അതായത് എന്ത് കാര്യത്തിനും എടുത്തടിച്ച് സംസാരിക്കുക. ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മളുടെ മാത്രം ശ്രദ്ധയിൽ ആ ഒരു കാര്യം മറുപടി പറയുകയും അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. എടുത്തു ചാടിയുള്ള പെരുമാറ്റവും സംസാരവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങളിൽ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും വിജയിക്കുവാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ കാണുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾ തങ്ങൾക്ക് മാർക്ക് ലഭിക്കുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് അവർ പഠിക്കുകയായിരിക്കും. എന്നാൽ അവർ ഒരു 95% മാർക്കിന് എക്സാം എഴുതിയെന്ന് കരുതി കാത്തിരിക്കുന്ന സമയത്തായിരിക്കും റിസൾട്ട് വരുമ്പോഴേക്കും അവർക്കത് 80-85% മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വേർപെട്ട് താമസിക്കുന്ന ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് ചേരുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വാങ്ങുക. വാഹന സംബന്ധമായ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മാനസികപരമായി ചില പിരിമുറുക്കങ്ങൾ, ടെൻഷൻ കൂടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയം മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കുവാൻ വേണ്ടി മുന്നിൽ നിൽക്കും. എന്നാൽ നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം വളരെ കൂടുതലായി കാണുന്നുണ്ട്. ദീർഘയാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. എന്ത് കാര്യത്തിനിറങ്ങിയാലും വളരെയധികം കരുതലോടുകൂടി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് മറ്റ് ബന്ധുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരവസ്ഥയും കൂടിയാണ്. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വരുവാൻ സാധിക്കും. എന്നാൽ അവിടെ സാമ്പത്തികപരമായി ചെറിയൊരു പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. നേത്ര രോഗങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കോ
എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയുവാനും ഗുണഫലങ്ങൾ കൂടുതലായി ജീവിതത്തിൽ വരുവാനും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമം തന്നെയായിരിക്കും.